ദൈവത്തിന് വേണ്ടത് ധൈര്യമുള്ളവരെയാണ്. ആ ധൈര്യവാന്മാർ എന്തു ചെയ്യുമെന്നറിയാമോ? തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്നതായ, സൗഖ്യത്തെ ഇല്ലാതാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ കൊന്നുകളയും. അങ്ങനെയാണെങ്കിൽ ധൈര്യമുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണെന്ന് പറയൂ. സദൃശ്യവാക്യങ്ങൾ 28 അധ്യായം 1 വാക്യം. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. അടുത്തത്, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായി ഇരിക്കുന്നു. ആരും ഓടിക്കാതെ തന്നെ ദുഷ്ടന്മാർ ഓടിപ്പോകും. എന്നാൽ ശ്രദ്ധിക്കൂ, നീതിമാന്മാർ ബാലസിംഹത്തെപ്പോലെ ധൈര്യത്തോടെയിരിക്കും. നമുക്ക് ധൈര്യം ഇല്ലാത്തതാണല്ലോ. അതിൻ്റെ കാരണം എന്താണ്? വേദപുസ്തകത്തിൽ പറയുന്നു, നീതിമാന്മാർ സിംഹത്തെപ്പോലെ നിർഭയമായി ഇരിക്കും. നീ ധൈര്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നീ നീതിയോടെ ജീവിക്കൂ. നിർഭയമായി ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിർഭയമായി ഇന്റർവ്യൂവിന് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിർഭയമായി ആരെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നിനെയും പേടിക്കാതെ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിനക്ക് ധൈര്യം നൽകുന്നത് എന്താണെന്നറിയാമോ? നീതിയോടുകൂടിയ ജീവിതമാണ്. നീ നീതിയോടെ ജീവിക്കുക, സത്യസന്ധതയോടെ ജീവിക്കുക. എന്നാൽ നിർഭയമായി നീ ജീവിക്കും. ഒരു ദിവസം ഒരു ഭക്തയായ സ്ത്രീ തൻ്റെ വിശ്വാസമനുസരിച്ച് അതുകാലത്ത് തന്നെ എഴുന്നേറ്റ് ഒരു വെള്ളിപ്പാത്രം കയ്യിലെടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ ചുറ്റും നടന്ന് പിന്നീട് ആ വെള്ളിപ്പാത്രം അവിടെ വെച്ച് അവൾ മറന്നിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു വലിയൊരു മനുഷ്യനുണ്ട്. അയാൾ വരുമ്പോൾ ഒരു വെള്ളിപ്പാത്രം അവിടെ ഇരിക്കുന്നു. അങ്ങോട്ടൊന്ന് നോക്കി, ഇങ്ങോട്ടൊന്ന് നോക്കി. അടുത്തെങ്ങും ആരുമില്ല എന്ന് കണ്ടപ്പോൾ പതിയെ മുൻപോട്ട് ചെന്ന് ആ വെള്ളിപ്പാത്രം കയ്യിലെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ സമയത്ത് 6 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഈ മനുഷ്യൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ സമയത്ത്, അങ്കിൾ, ഇത് തെറ്റല്ലേ എന്ന് പറഞ്ഞു. ഇനി എന്തു പറയാനാണ്? അയ്യോ, നീ ഇത് കണ്ടോ? ഞാൻ കണ്ടു അങ്കിൾ. 6 അടി ഉയരമുള്ള ഈ മനുഷ്യൻ മുട്ടുമടക്കിക്കൊണ്ട് ആ കൊച്ചുകുട്ടിയോട് പറയുകയാണ്, ആരോടും പറയരുത്, ആരോടും പറയരുത്. എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും വാങ്ങിത്തരാം, എന്നാൽ നീ ആരോടും ഇത് പറയരുത്, ആരോടും പറയരുതെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ആ അജാനുബാഹുവായ മനുഷ്യൻ ആ കൊച്ചു പെൺകുട്ടിയുടെ മുൻപിൽ മുട്ടുമടക്കിയതിൻ്റെ കാരണമറിയാമോ? ഈ ആജാനുബാഹുവായ മനുഷ്യൻ്റെ ഉള്ളിൽ പാപമുണ്ട്. ഈ കൊച്ചു പെൺകുട്ടിയുടെ ഉള്ളിൽ സത്യമുണ്ട്. 6 വയസ്സുള്ളതായ കൊച്ചു പെൺകുട്ടിയിൽ നീതിയുണ്ട്. 6 അടി ഉള്ളതായ ഈ മനുഷ്യനിൽ അനീതിയുണ്ട്. അനീതി നീതിയുടെ മുൻപിൽ മുട്ടുകുത്തും. നീതിയോടെ നീ ജീവിച്ചാൽ അനീതി നിന്റെ മുൻപിൽ മുട്ടുമടക്കും. നീ നീതിയോടെ ജീവിക്കുകയാണെങ്കിൽ നീ നിർഭയമായിരിക്കും. 6 വയസ്സുള്ള കൊച്ചു പെൺകുട്ടി 6 അടി വലിപ്പമുള്ള ആ മനുഷ്യനെ വിറപ്പിച്ചു. കാരണം ആ പെൺകുട്ടിയിൽ സത്യമുണ്ടായിരുന്നു, അവളിൽ നീതിയുണ്ട്. 6 അടി വലിപ്പമുള്ള മനുഷ്യൻ ആ പെൺകുട്ടിയുടെ മുൻപിൽ തലകുനിച്ചു, ലജ്ജിക്കാനിടയായി. കാരണം അയാളിൽ അനീതിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അനീതിയുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ മുട്ടുമടക്കുവാനിടയാകും, ഭയന്നു വിറയ്ക്കുവാനിടയാകും, സമൂഹത്തിൽ തലതാഴ്ത്തി ജീവിക്കേണ്ടതായിട്ട് വരും. അന്യായമായി പണമുണ്ടാക്കുമ്പോൾ, അവിഹിതമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ ജീവിക്കുമ്പോൾ കുറേയൊക്കെ നിനക്ക് സന്തോഷം കിട്ടിയേക്കാം. നീ ചെയ്യുന്നതായ അന്യായം കാരണം കുറേയൊക്കെ സുഖമായിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ കേൾക്കുക, അത് ബാക്കിയാക്കുന്നതായ ദുഃഖമില്ലേ, മറക്കാൻ കഴിയില്ല. അത് അപമാനകരമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ നേടുവാൻ ആഗ്രഹിക്കുന്ന വിജയത്തെ, നീ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഉന്നതമായ മൂല്യങ്ങളെയെല്ലാം തന്നെ തടസ്സപ്പെടുത്തുന്നത്, ഇല്ലാതാക്കുന്നത് എന്താണെങ്കിലും അവയെ ഇന്ന് തന്നെ നീ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കണമെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടാകണം. നിനക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ നിന്നിൽ നീതി ഉണ്ടാകണം. നീതിയോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. നീതിമാന്മാർ സിംഹത്തെപ്പോലെ നിർഭയമായിരിക്കും. ധൈര്യമുള്ളവന് മാത്രമേ തൻ്റെ നേരെ ആക്രമിക്കാൻ വരുന്ന എല്ലാ ശത്രുവിനെയും, തൻ്റെ ആത്മീയതയുടെ നേരെ കടന്നുവരുന്നതായ സകല ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും നേരിട്ട് ജയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് ചോദിക്കട്ടെ, ഇന്ന് നീ ധൈര്യത്തോടെ നിർഭയത്തോടെ ജീവിക്കുന്നവനാണെങ്കിൽ പിശാചിനെ നീ ജയിക്കും. നീ നിർഭയത്തോടെയാണെങ്കിൽ
പിശാചിന്റെ സകല തന്ത്രങ്ങളെയും ജയിച്ച് മുന്നേറുവാൻ കഴിയും. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞല്ലോ. പിശാചിനെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരയണമേ. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കാനുള്ളതായ കൃപ ഞങ്ങൾക്ക് തരയണമേ. അവന്റെ കെണികളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ളതായ മനസ്സ് തരയണമേ. അതല്ലാതെ പാപത്തിനും പിശാചിനും ലോകത്തിനും അല്പനേരത്തെ പാപഭോഗങ്ങൾക്കുമൊക്കെ എപ്പോഴും ഞങ്ങൾ വീണു പോകുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സുഖമോ സന്തോഷമോ സമാധാനമോ നല്ല സാക്ഷ്യമോ കാണുകയില്ല. നീയുമായി നല്ല ബന്ധമുണ്ടായിരിക്കുകയില്ല. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഭാരമായി തീരും. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു ശാപമായി ഞങ്ങൾ മാറുവാനിടയാകും. ഇപ്പോൾ തന്നെ അങ്ങനെ ജീവിക്കുന്നവരോട് നീ ക്ഷമിക്കുമാറാകണമേ. പിന്മാറിപ്പോകാതിരിക്കാനുള്ള കൃപ കാണിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.